അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിനിൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ് വൽ ഖാതിമി ലിമാ സബഖ് നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അദീം. എന്തെല്ലാവരും വർത്താനം റാഹത്തല്ലേ? അള്ളാഹു നമ്മളെല്ലാവരെയും അവൻ്റെ സത്യവിശ്വാസികളിൽ, മുഅ്മിനീങ്ങളിൽ, മുഅ്മിനാത്തുകളിൽ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മളെല്ലാവരെയും ആ രൂപത്തിൽ പഠിച്ചവൻ മരിപ്പിക്കട്ടെ. ആമീൻ. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്, നമുക്കൊക്കെ ഓരോരോ തരത്തിലുള്ള ആഗ്രഹങ്ങളുള്ളവരാണല്ലേ. ആഗ്രഹങ്ങളില്ലാത്തവരില്ല. ദുന്യവിയായിട്ടുള്ള ആഗ്രഹങ്ങളുണ്ട്, ഉഖ്റവിയായിട്ടുള്ള ആഗ്രഹങ്ങളുണ്ട്. ആഗ്രഹങ്ങൾ ഓരോന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പോൾ സാധാരണ മെയിൻലി നമുക്ക് ദുന്യാവിൽ വരുന്ന ആഗ്രഹങ്ങളാണ് നല്ല രീതിയിൽ ഈമാനോട് കൂടെയുള്ള മരണം, ഈമാനോട് കൂടെയുള്ള ജീവിതം, അതുപോലെ ഇവിടുന്ന് പോകുമ്പോൾ ഈമാനോട് കൂടെയുള്ളൊരു മരണം അല്ലേ. അതുപോലെ നമ്മുടെ നല്ല ഒരു വീട്, നല്ല എന്താ പറയുക, ഒരു ഇണ, നല്ല ഒരു തുണ, നല്ലൊരു വാഹനം, നല്ല വീട്, അതുപോലെ തന്നെ ഇങ്ങനെ അല്ലറ ചില്ലറ ആഗ്രഹങ്ങളൊക്കെ നമുക്ക് ദുനിയാവിലുണ്ട്. അതിലുപരി വലിയ ആഗ്രഹങ്ങളുള്ളത് നമുക്ക് ആഖിറത്തിലാണല്ലേ. അവിടെയാണ് നമ്മുടെ സ്ഥിരവാസം, അവിടെയാണ് ഇന്ന് നമുക്ക് ജീവിക്കേണ്ടത്. എന്താണെങ്കിലും ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ ഏത് തരത്തിലുള്ള ആഗ്രഹങ്ങളും, ദുന്യവി ഉഖ്റവിയുമായിട്ടുള്ള ആഗ്രഹങ്ങളൊക്കെ പെട്ടെന്ന് പഠിച്ചോ സാധിപ്പിച്ചു തരാൻ നമ്മളെ സഹായിക്കുന്ന ഒരു പ്രത്യേക അമല് ഖസീനത്തുൽ അസ്റാർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ സയ്യിദുനാ ഹഖ്ഖുൻ നാസിലി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ആ ഒരു അമലാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഈ ഒരു അമല് ചെയ്യേണ്ടത് സുബ്ഹി നിസ്കാരത്തിന് ശേഷമാണ്. സുബ്ഹിക്ക് ശേഷം നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു ചെറിയ സൂറത്താണ് നമ്മൾ ഓതേണ്ടത്. എല്ലാവർക്കും അറിയാം, കാണാപ്പാടാണ്. നമ്മൾ ചെറുപ്പം മുതലേ കേട്ടുകൊണ്ടിരിക്കുന്നൊരു സൂറത്ത്, ഖുർആൻ്റെ ഒരു ഹൃദയഭാഗമായിട്ടുള്ള സൂറത്ത് യാസീൻ അല്ലേ. അറിയാത്തവരുണ്ടാവില്ലല്ലോ. ഈ സൂറത്ത് യാസീന് ഈ പറയുന്ന രീതിയിൽ നമ്മൾ ചൊല്ലിയിട്ട് പടച്ചോനോട് നമ്മൾ എന്ത് ചോദിച്ചാലും, എന്ത് നമ്മൾ ദുആ ചെയ്താലും അതിന് ഉത്തരം ഉറപ്പാണ് എന്നുള്ളതിൽ യാതൊരു ഡൗട്ടും, യാതൊരു ശക്കും, യാതൊരു റൈബും നമുക്ക് വേണ്ട. ഉറപ്പാണ് എന്ന് പറഞ്ഞാൽ ഉറപ്പാണ്. ഇൻഷാ അല്ലാഹ് എങ്ങനെ ഓതേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ഇതേപോലെയാണ് നമ്മളത് പാരായണം ചെയ്യേണ്ടത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലിയിട്ട് യാസീൻ എന്ന് പറയുന്ന ആ പദം ഉണ്ടല്ലോ, അത് നമ്മൾ 7 പ്രാവശ്യം ആവർത്തിച്ച് പറയുക. യാസീൻ 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 ഇങ്ങനെ 7 പ്രാവശ്യം നമ്മൾ ആവർത്തിക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സാധാ പോലെ ബാക്കിയുള്ള ആയത്തുകൾ ഇങ്ങനെ ചൊല്ലിയിട്ട് പിന്നെ 38ാമത്തെ ആയത്ത് വരുന്നുണ്ട്. ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം എന്ന് പറയുന്ന ആയത്ത് 38ാമത്തെ ആയത്താണ്. ഇത് നമ്മൾ എന്ത് ചെയ്യുക, 14 പ്രാവശ്യം നമ്മൾ ആവർത്തിക്കുക. ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം, ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം, ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം. മനസ്സിലായല്ലോ? ഓക്കെ. പിന്നെ അവിടുന്നും അത് 14 പ്രാവശ്യം ആവർത്തിച്ചതിന് ശേഷം സാധാരണ പോലെ ബാക്കിയുള്ള ആയത്തുകൾ ഇങ്ങനെ ഓതിയിട്ട് പിന്നെ 58ാമത്തെ ആയത്തുണ്ട്. സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം, സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം എന്ന് പറയുന്ന ആയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ആയത്ത് എത്ര പ്രാവശ്യം ഓതേണ്ടത്? 16 പ്രാവശ്യം. 16 പ്രാവശ്യം. 16 പ്രാവശ്യം. ഓക്കെ. അങ്ങനെ 16 പ്രാവശ്യം സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം എന്നുള്ള ഈ ആയത്ത് ഓതിയതിന് ശേഷം പിന്നെ അടുത്തത് അവസാന ഭാഗത്തായിട്ട്, യാസീൻ്റെ അവസാന ഭാഗത്തായിട്ട് അവലൈസല്ലദീ ഖലഖസ് സമാവാതി വൽ അർള ബിഖാദിരിൻ അലാ അൻ യഖ്ലുക മിസ്ലഹും ബലാ, ഈ ഒരു ഭാഗം വരുന്നുണ്ട്. ഇത് 4 പ്രാവശ്യവും നമ്മൾ ആവർത്തിക്കുക. 4 പ്രാവശ്യം. ഓക്കെ. പിന്നെ സാധാരണ പോലെ എന്ത് ചെയ്യുക, ബാക്കിയുള്ളത് ഓതിയിട്ട് യാസീൻ പൂർത്തീകരിക്കുക. ഇതാണ് അമല്. മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഫസ്റ്റിൽ യാസീൻ എന്നുള്ളത് 7 പ്രാവശ്യം ആവർത്തിക്കുക. രണ്ടാമത്തത് 38ാമത്തെ ആയത്ത് ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം എന്നുള്ള ആയത്ത്, അത് 14 തവണ ആവർത്തിക്കുക. പിന്നെ മൂന്നാമത്തത് സലാമു ഖൗലൻ മിർ റബ്ബിർ റഹീം എന്നുള്ളത് 16 തവണ ആവർത്തിക്കുക. പിന്നെ ലാസ്റ്റ് നമ്മൾ പറയുന്നത് അവലൈസല്ലദീ ഖലഖസ് സമാവാത് എന്ന് തുടങ്ങുന്ന ആ ആയത്ത് ബല എന്നുള്ളത് വരെ 4 തവണയും ആവർത്തിക്കുക. ഇങ്ങനെ ഒരാൾ സുബഹി നിസ്കാര ശേഷം ഈ രീതിക്ക്, ഈ ഒരു ഫോർമാറ്റിൽ 4-7 പ്രാവശ്യം ഒരാൾ സൂറത്ത് യാസീന് ഇങ്ങനെ ചൊല്ലിയാൽ അതിനുശേഷം അവൻ എന്ത് പടച്ചോനോട് ചോദിച്ചാലും അത് പടച്ചോൻ നിറവേറ്റി കൊടുക്കുന്നതാണ്, അത് സാധിപ്പിച്ചു കൊടുക്കുന്നതാണ് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. ഇത് വെറുതെ പറയല്ല,
ഒരുപാട് ആളുകൾ ഇത് ചൊല്ലിയിട്ട് ഇതിൻ്റെ അനുഭവങ്ങൾ പങ്കുവച്ച് നമുക്ക് സുപരിചിതമായിട്ട് ഒരാൾ പറയാണ്, ഇതുപോലെ ഇന്ന് സുബഹിക്ക് ശേഷം ഞാൻ ഓതി, ഇന്ന് വൈകുന്നേരമായപ്പോഴേക്കും ഞാൻ ആഗ്രഹിച്ചത് സാധിച്ചു, അൽഹംദുലില്ലാ. ആലോചിച്ച് നോക്കി. മറ്റൊരാൾ പറയുന്നുണ്ട്, എൻ്റെ ഉദ്ദേശം അള്ളാഹു കേട്ടു, അൽഹംദുലില്ലാ ഉസ്താദെ ദുആയിൽ ഉൾപ്പെടുത്തുക. അതുപോലെ തന്നെ മറ്റൊരാൾ പറയുന്നുണ്ട്, അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ, എനിക്കും ഇതിലൂടെ ഫലം കിട്ടിയിട്ടുണ്ട് എന്ന്. മനസ്സിലായില്ലേ? അതുപോലെ മറ്റൊരാൾ പറയാണ്, ഞാൻ ഇതുപോലെ ഓതി എൻ്റെ ഭർത്താവ് ഒരു കുഴപ്പമില്ലാതെ നാട്ടിലെത്തി എന്ന്, അൽഹംദുലില്ലാ. ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരാൾ ഈ പറഞ്ഞ ഫോർമാറ്റിൽ 4 പ്രാവശ്യമോ അല്ലെങ്കിൽ 7 പ്രാവശ്യമോ സൂറത്ത് യാസീന് സുബൈക്ക് ശേഷം ഇങ്ങനെ ഓതുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് യാതൊന്നും പേടിക്കേണ്ട, ഫലം ഉറപ്പാണ്. അല്ലാഹ് തൗഫീക്ക് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.